പ്രിയമുള്ളവരെ, നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന കാവി മാതാവ് ഇന്ന് കോടതി കയറാൻ പോവുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് എന്ന വിഷയത്തിൽ ഒരു സിമ്പോസിയം സംഘടിപ്പിച്ച അയ്യപ്പ സ്വാമി സേവാ സംഘടന എന്നൊരു സംഘടനയുടെ പരിപാടിയിൽ, പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, അത് ഗവൺമെൻറ് പരിപാടിയോ പൊതുപരിപാടിയോ ഒന്നുമല്ലാതെ, സർക്കാരിൻ്റെ പരിപാടിയല്ലാതെ ഗവർണർ പങ്കെടുത്ത വ്യക്തിപരമായ പരിപാടിയിൽ ഇവിടെ ആ കാവി മാതാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് വിളക്ക് കത്തിക്കുകയും പൂജ നടത്തി ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്ന ആ കോപ്രായങ്ങൾ RSSകാർ സെനറ്റ് ഹാളിൽ നടപ്പാക്കുന്നത് കണ്ട് സെനറ്റ് ഹാളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും അതവിടെ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട കേരള സർവകലാശാല രജിസ്ട്രാറിനെ ധിക്കരിച്ചുകൊണ്ട് RSSകാർ നടത്തിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ആ സ്ഥാപനത്തിലെ അധികാരി എന്ന നിലയിൽ ആ പരിപാടി നടത്തുന്നതിന് അനുമതി നിഷേധിച്ചപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരള ഗവർണർ തൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വർഗീയ രാക്ഷസനെ പോലെ നമ്മുടെ സെനറ്റ് ഹാളിലേക്ക് കടന്നു വന്ന് DYFIക്കാരെയും അതിനെ എതിർത്ത് അവിടെ സമരം ചെയ്ത പ്രതിഷേധിച്ച DYFIക്കാരെ SFIക്കാരെയും KSUക്കാർ കുട്ടികളെയുമെല്ലാം പോലീസിനെ കൊണ്ട് അടിച്ചമർത്തിച്ചുകൊണ്ട് ധിക്കാരത്തോടുകൂടി സെനറ്റ് ഹാളിൽ കടന്നു വന്ന് അവിടെ ആരാധന നടത്തുകയും പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞാനിവിടെ എൻ്റെ കാവി മാതാവിനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കുമെന്നും ഹൈന്ദവവൽക്കരണം നടത്തുമെന്നുമൊക്കെ രഹസ്യമായും എന്നാൽ അത്യുച്ചത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഭീഷണിപ്പെടുത്തിക്കൊണ്ടുപോയ ആ രംഗം നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷം ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ പോര് നടക്കുകയായിരുന്നു. 2 കൂട്ടരും മൂപ്പിളമ തർക്കത്തിലും അധികാര തർക്കത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഈയിടെ, അതായത് ഇന്നലെ തന്നെ, നമ്മുടെ രജിസ്ട്രാറിനെ വൈസ് ചാൻസലർ രാജ്മോഹൻ കുന്നമ്മേൽ എന്ന രജിസ്ട്രാറിനെ കൊണ്ട് വൈസ് ചാൻസലറെ കൊണ്ട് ഗവർണർ നമ്മുടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യിച്ചു. ഈ സസ്പെൻഡ് വിഷയം അറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ജനാധിപത്യത്തിലെ മതേതര പാർട്ടികളും ജനങ്ങളുമൊക്കെ കൂടുകയും വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു നേരിട്ട് തന്നെ പത്രസമ്മേളനം വിളിച്ച് ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, നമ്മുടെ രജിസ്ട്രാർ ഈ സസ്പെൻഷൻ യാതൊരു കാരണവശാലും അംഗീകരിക്കുമില്ലെന്നും ഇതിനെതിരെ ഞാൻ കോടതിയെ സമീപിക്കുമെന്നും കാവി മാതാവിനെ പ്രതിഷ്ഠിക്കാൻ അനുവദിക്കില്ലെന്നും ഈ സസ്പെൻഷൻ സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഇദ്ദേഹം നേരിട്ടെടുത്ത തീരുമാനമാണെന്നും ഒരു താൽക്കാലിക നിയമിതനായ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല, കോടതിയെ സമീപിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിക്കുമ്പോൾ നമ്മുടെ RSS സംഘപരിവാർ BJP സംഘടനകൾക്ക് നെഞ്ചിടിപ്പ് കൂടുകയാണ്. കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊന്നും ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അനുവദിക്കാൻ ഇന്ത്യയിലെ ഒരു കോടതികൾക്കും കഴിയില്ല. അങ്ങനെ ഇരിക്കെ RSS സംഘടനകൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഈ സാങ്കല്പിക കാവി മാതാവിനെ ഭരണഘടനയുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പൊതുചടങ്ങുകളിലോ അവതരിപ്പിക്കാൻ പാടില്ലെന്ന് കോടതി വിധിയുണ്ടായാൽ ഈ സംഘപരിവാർ സംഘടനകളുടെയും BJP സംഘടനകളുടെയും RS സംഘടനകളുടെയും സകല ലക്ഷ്യങ്ങളും തകർന്നു പോകും. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് ആ കാവി മാതാവിനെ നിഷ്കാസനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും. കാരണം ഇന്ന് ഇവർ സുപ്രീം കോടതിയിലേക്ക് ഓടിപ്പോയാലും അവിടെയും വിധി മറിച്ചാവില്ല. കാരണം നമുക്കറിയാം, സുപ്രീം കോടതിയിലെ മഹാനായ ചീഫ് ജസ്റ്റിസായിരുന്ന രഞ്ജൻ ഗൊഗോയി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്
കേസുണ്ടായപ്പോൾ ആ കോടതികളിൽ നിന്ന് കേസ് വിളിച്ചു വരുത്തി തൻ്റെ കോടതിയിൽ തന്നെ വിചാരണ ചെയ്ത് തള്ളിക്കളഞ്ഞ ധിക്കാരിയായ, അതായത് മാനുഷിക മൂല്യങ്ങളോട് യാതൊരു ബഹുമാനവുമില്ലാത്ത ആ ക്രൂയലിസ്റ്റിക്, ആ പെൺ വേട്ടക്കാരനായ ജഡ്ജി ഇവിടെ അധികാരത്തിൽ നിന്ന കാലത്ത് സാങ്കല്പിക മതങ്ങളുടെയും പുരാണങ്ങളുടെയും ദൈവങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ അമ്പലങ്ങൾ പണിയാൻ അനുവാദം നൽകിയ കഥ ഇവിടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. അതിനുശേഷം അദ്ദേഹം BJP ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണഘടനാ സ്ഥാപനമായ, നരേന്ദ്രമോദിയില്ല, ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനമായ രാജ്യസഭയിൽ MP ആയി പ്രവർത്തിക്കുകയും ഒപ്പം കൂടി നിന്ന ജഡ്ജി ഗവർണറായി പോവുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു. ഇന്ത്യക്കാർ ലജ്ജിച്ചു, അതിനെതിരെ പ്രതിഷേധമുണ്ടായി. എന്നാൽ പിന്നീട് ചീഫ് ജസ്റ്റിസായ BR ഗവായി ഒരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവന അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ജഡ്ജി ഒരു കാരണവശാലും വിരമിച്ചതിന് ശേഷം ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നടപ്പിലായി കഴിഞ്ഞ സാഹചര്യത്തിൽ, കാരണം നമ്മൾ കണ്ടു ഡൽഹിയിലെ ഹൈക്കോടതിയിലെ യശ്വന്ത് വർമ്മ എന്ന വീട്ടിൽ നോട്ടുകെട്ടുകളുടെ കൂമ്പാരം കത്തിയമരുന്നത് കണ്ട് ജഡ്ജിമാർ അഴിമതിക്കാരാണെന്നും അവരെ അങ്ങനെ ആക്കി തീർത്തത് നമ്മുടെ ഈ പുതിയ ഭരണമാണെന്നും നരേന്ദ്രമോദി ഭരണമാണെന്നും ഇന്ത്യൻ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവായി നടത്തിയ ഈ പ്രഖ്യാപനം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മതേതര മനസ്സ് ഉൾക്കൊള്ളുകയും അത്തരം പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധിയുമായി, എതിരായ വിധിയുമായി സുപ്രീം കോടതിയിലെത്തിയാലും കാവി മാതാവിൻ്റെ കാര്യം കട്ടപ്പുകയാകും. അതായത് BJP RSS പരിവാർ സംഘടനകളുടെ ഹൈന്ദവവൽക്കരണത്തിൻ്റെ ആണിക്കല്ലായ ഈ കാവി മാതാവിൻ്റെ അസ്തിത്വം ഇളകിപ്പോകുന്നതോടുകൂടി ഹൈന്ദവവൽക്കരണത്തിന് ഇവിടെ എത്ര വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാർ അലറിക്കൂവിയാലും ഈ ഭാരതത്തിൽ നടപ്പാവില്ലെന്ന് ഉറപ്പിച്ച് നമുക്ക് മതേതര വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് നിങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടും ഈ കാവ്യവൽക്കരണത്തിനെതിരെയും കാവ്യമാതാവിൻ്റെ പ്രതിഷ്ഠയ്ക്കെതിരെയും നമ്മൾ മതേതരവാദികൾ ഈ കേരളത്തിലെന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ശക്തമായി പൊരുതണമെന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.